ഹലോ ഗൈസ്, നമസ്കാരം. ഈ ഓണത്തിന് അടിപൊളി ഫിലിമുകളൊക്കെയാണ് വരുന്നത് കേട്ടോ. 3 ഫിലിം ഓൾറെഡി ദുൽഖറിൻ്റെ ഐ ആം ഗെയിമിങ് റിസൾട്ട് മാറ്റിയിരിക്കുകയാണ്. അതായത് സെപ്റ്റംബർ 3 മാറ്റിയിരിക്കുകയാണ്. ഇനി പറയാനുള്ളത്, ഒറ്റ ഷോട്ടിൽ പറയാനുള്ളത്, നമ്മുടെ ആരുതാണ്, നിവിൻ പോളിൻ്റെ തണ്ണീർമത്തൻ ദിനങ്ങളും സംവിധാനം ചെയ്ത, അതുപോലെ തന്നെ പ്രേമലു, 2 സൂപ്പർ ഹിറ്റ് സംവിധായകനാണ്. ഗിരീഷ് ആണ് സംവിധായകൻ. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയിരിക്കുന്ന ഈ ഓണത്തിന് ഒരു കുടുംബ പ്രേക്ഷകരും ഒരു കെമിസ്ട്രി ആയിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു മെറ്റാലിക്കൽ ത്രില്ലറായിട്ടുള്ള ഒരു കോമഡി, ഡ്രാമ ആൻഡ് ലവ് സ്റ്റോറി ആൻഡ് കുടുംബ ഫാമിലികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ ഈ ഒരു ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ കുടുംബ പ്രേക്ഷകർ ഇഷ്ടം, ഫാമിലി എൻ്റർടൈൻമെൻറ്റ്, ഒരു പഴയ സത്യനന്ദിക്കാട് മൂവി കാണുന്ന പോലെ ഗ്രാമീണത, പച്ചപ്പ്, എല്ലാം ഗ്രാമത്തിലുള്ള ചെറിയ ചെറിയ കോമഡികൾ, അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഈ ഒരു നിവിൻ പോളിയുടെ ഒരു ചിത്രം കാണുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. സൂപ്പറായിട്ട് വിജയിക്കട്ടെ എന്ന് നേർന്നുകയാണ്. പിന്നെ ഷൈൻ ടോമിൻ്റെ ഒരു ക്രൈം ലെവലിലൊരു മോഷണക്കഥയുമായി ബന്ധപ്പെട്ടൊരു ഫിലിമും ഓണത്തിന് വരാൻ സാധ്യതയുണ്ട്. അപ്പം മൊത്തം 4. പിന്നെ തുടക്കം ഓൾറെഡി ഹിറ്റായിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ മോൾ അഭിനയിച്ച ഫിലിം ഇപ്പോൾ ഓൾറെഡി ഹിറ്റ് കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതും ഓണത്തിന് കാണാൻ പറ്റുന്ന ഒരു ചോയ്സ് തന്നെയാണ്. അപ്പോൾ 4 ഫിലിമുകളാണ് മലയാളത്തിൽ ഈ വർഷത്തെ ഓണത്തിന് 2026 ഇറങ്ങാൻ പോകുന്നത്. ഖലീഫ, ഐ ആം ഗെയിമിങ് സെപ്റ്റംബർ 3 മാറ്റി ഫിക്സ്ഡ്. പിന്നെ ബത്ലഹേം, നമ്മുടെ നിവിൻ പോളിയുടെ, പിന്നെ അതുപോലെ തന്നെ ഷൈൻ ടോമിൻ്റെ ഒരു ഫിലിം കൂടി വരുന്നുണ്ട്. ഷൈൻ ടോം അതിൻ്റെ എല്ലാം ഒരു 4 കൂടിയുള്ള ഫിലിമിൽ ഏത് ഫിലിമിനാവും കൂടുതൽ ബോക്സ് ഓഫീസ് നേടാൻ കഴിയുക എന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് സ്ക്രീനിൽ കണ്ടിട്ട് തന്നെ കാണേണ്ടി വരും. അതിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ നിവിൻ പോളിയുടെ സൈഡിൽ മ്യൂട്ടാക്കി വെക്കാം. കോപ്പിറൈറ്റ് മേടിച്ചിട്ടാണ് മ്യൂട്ടാക്കി വെക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ എത്തിക്കുക. ഫിലിംപരമായിട്ടുള്ള സിയ മൂവീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഫിലിംപരമായിട്ടുള്ള സിയ മൂവീസ് ടാക്കീസ് എന്ന ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പുതിയ പുതിയ ടിപ്സും അതുപോലെ തന്നെ പുതിയ പുതിയ അറിവുകളും നിങ്ങൾക്ക് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടിയും മുൻകൂട്ടി ഓണ ആശംസകൾ നേരുന്നു. നിവിൻ പോളിയുടെ ഈ ഫിലിം വമ്പിച്ച ഒരു വിജയം തന്നെ ആയി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓക്കെ ഗേസ്, അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.